സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്കറിയാം നമ്മുടെ വൺ പീസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ് നമ്മുടെ പോണിഗ്ലിഫ്സ്. എന്നാൽ ഇത് വായിക്കാൻ പറ്റുന്ന കുറച്ച് പേര് മാത്രമേ നമ്മുടെ വൺ പീസ് യൂണിവേഴ്സിലുള്ളൂ. അപ്പോൾ അത് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മൾ വിചാരിക്കാത്ത പലരും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പലരും വീഡിയോ കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാറുണ്ട്. അത് ഞാൻ തെളിവായിട്ട് സ്ക്രീൻഷോട്ട് കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇനി വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കമൻറ്റ് സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കൂടി നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യുക കൂടി ഒന്ന് ചെയ്യുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വിറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഈ ലിസ്റ്റിൽ വരുന്ന ഒരാൾ മറ്റാരുമല്ല, നമ്മുടെ ഒഹാറയിലുള്ള ക്ലോവറാണ്. ഈ ക്യാരക്ടറിന് വേണമെങ്കിൽ നമുക്ക് റോബിൻ്റെ മാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്ലോവറാണ് നമ്മുടെ റോബിന് പോണിഗ്ലിഫിനെ കുറിച്ച് അതിൻ്റെ മേളിലുള്ള ഏൻഷ്യൻ ടെക്സ്റ്റിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലോവറിന് ഇത് വായിക്കാൻ തീർച്ചയായിട്ടും പറ്റുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ ഒലീവിയാണ്, നമ്മുടെ റോബിൻ്റെ അമ്മ. ചിലപ്പോൾ നമ്മുടെ ഒലീവിയക്കും ഇത് പറ്റുമായിരിക്കും. കാരണം ഒലീവിയയും നമുക്കറിയാം ഒരു ആർക്കിയോളജിസ്റ്റ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ അവിടെ വേറെ ആർക്കിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർക്കും ഇത് പറ്റുമായിരിക്കും. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ ഓഡിനാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓഡിന് നമ്മുടെ പോണിഗ്ലിഫ് വായിക്കാൻ കഴിയും. ഓഡിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ റോജർ നമ്മുടെ ലാഫ്റ്റയിലിൽ എത്തുന്നത്. അതുകൊണ്ട് ഈ ലിസ്റ്റിൽ നമ്മുടെ ഓഡിനും ഇടം പിടിക്കുന്നത്. അതേക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ലിസ്റ്റിൽ മാറ്റുന്നത് മറ്റാരുമല്ല, നമ്മുടെ റോബിൻ തന്നെയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ റോബിന് നമ്മുടെ പോണിഗ്ലിഫ് വായിക്കേണ്ട കഴിവുണ്ട്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേങ്കിൽ ഒരു കണ്ണ് വേക്കൻ ചെയ്യുകയാണെങ്കിൽ അത് പറ്റുമെന്ന് നമ്മുടെ ബിഗ് മാമൻ പറയുന്നുണ്ട്, തൻ്റെ മകളായ പുട്ടിങ്. അപ്പോൾ തീർച്ചയായിട്ടും ഫൈനൽ വാറാകുമ്പോഴേക്കും നമ്മുടെ പുട്ടിങ് തൻ്റെ തേർഡായി അവേക്കൻ ചെയ്യുകയും അതുപോലെ തന്നെ പോണിഗ്ലിഫ് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പുട്ടിങ്ങും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നുണ്ട്. ഇനി ഈ ലിസ്റ്റിൽ വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് വായിക്കുന്ന വലിയ ഉറപ്പൊന്നും ഇല്ലെങ്കിലും ഞാൻ ഈ ലിസ്റ്റിലങ്ങ് ഏഡ് ചെയ്തതാണ്. ഒന്ന് മറ്റാരുമല്ല, നമ്മുടെ റോക്സ് ദി സെബക്കാണ്. നമുക്കറിയാം, സെബക്കിന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് അറിയായിരുന്നു. അത് എങ്ങനെയാണ് നമ്മുടെ റോക്സ് അറിഞ്ഞത് എന്നൊന്നും നമുക്കറിയില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റോക്സിന് അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ റോക്സിനെ ഞാനിതിൽ ഏർപ്പെടുത്താനുള്ള കാരണം. നമ്മുടെ ഇമൂസമനെ കുറിച്ച് പോലും നമ്മുടെ റോക്സിന് അറിയായിരുന്നു. ചിലപ്പോൾ ഇതൊക്കെ നമ്മുടെ റോക്സ് മനസ്സിലാക്കിയിട്ടുണ്ടാവുക പോണിഗ്ലിഫിൽ നിന്നായിരിക്കും. അപ്പോൾ ഇത് കൺഫേംഡ് ഒന്നുമല്ല, റോക്സിന് പോണിഗ്ലിഫ് വായിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ വെറുതെ ഈ ലിസ്റ്റിൽ ഏഡ് ചെയ്തതേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെറും പൊട്ടത്തരായിരിക്കാം. അതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ വരുന്ന ഒരാളാണ് നമ്മുടെ വെഗപ്പങ്ക്. വെഗപ്പങ്കിനും നമ്മുടെ പോണിഗ്ലിഫ് വായിക്കേണ്ട കഴിവുണ്ട്, പക്ഷേങ്കിൽ അത് പൂർണ്ണമായിട്ട് നമ്മുടെ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഏൻഷ്യൻ ഹിസ്റ്ററിനെ കുറിച്ച് വെഗപ്പങ്കിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ വെഗപ്പങ്കിനെ എഗഡിൽ വെച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ വേൾഡ് ഗവൺമെൻറ് തയ്യാറായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ വെഗപ്പങ്കിനും ഇത് പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. എന്നാൽ മറ്റൊരു ഡേ കാണുന്നവരെ ബൈ ബൈ.